ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പരപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കത്തിൽ പറയാം. ആദ്യം തന്നെ ഇങ്ങനെ നമ്മുടെ സച്ചി വഴക്കുണ്ടാക്കില്ല എന്നൊരു പ്രതീക്ഷയിൽ ആണ് നമ്മുടെ രേവതിയും സച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും പിന്നെ ശ്രുതിയും മീരയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സച്ചിയെ തന്നെയാണ് അത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സച്ചിയെ ദേഷ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരാളെ ഇറക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ സച്ചിയെ കുടിപ്പിച്ച് കിടത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ മീരയോട് ചോദിക്കുന്നുണ്ട്, എവിടെ എത്തുമോ, വരുമോ, നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മണം തന്നെ അടിച്ചാൽ മതി, കുപ്പിയുടെ മണം അടിച്ചാൽ മതി, അപ്പോൾ സച്ചി പുറകെ പോയിക്കോളും, ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെയാണ്, പിന്നെ പ്രശ്നമായിക്കോളും, നീ പേടിക്കണ്ട, ഞാൻ ഏർപ്പാടാക്കിയാൽ വളരെ കൃത്യമായി ചെയ്തോളും. എന്നിട്ട് മീര പറയുന്നുണ്ട്, വർഷയുടെ കൈയും കഴുത്തൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്ത് വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണം കൊണ്ട് മൂടിയിരിക്കുക അവൾ, സ്വർണ്ണം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത്രയും സ്വർണ്ണം കൊണ്ട് അവൾ ഇട്ടിട്ട് നിനക്കാണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ നിൻ്റെ അമ്മായിയമ്മ ശരിക്കുള്ള കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എടുത്തിട്ട് അലക്ക് പോയിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഭയമുണ്ട്. പിന്നെ അന്ന് ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയപ്പോൾ തന്നെ അമ്മായിയമ്മയുടെ തനി സ്വഭാവം ഞാൻ കണ്ടതാണ്. അവർ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. എനിക്കതുകൊണ്ട് പേടിയുണ്ട്, ഉള്ള കല്യാണം തന്നെ മുടങ്ങിപ്പോകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് കുളമാക്കി കഴിഞ്ഞാൽ, നടക്കാതിരുന്നു കഴിഞ്ഞാലേ എനിക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറയണം. അങ്ങനെ മീര ഇങ്ങനെ പറയും, അതൊക്കെ നടക്കും, ഒരു കുഴപ്പമില്ല, ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, സച്ചിനെ അലങ്കോലാക്കാനാണ് ഉദ്ദേശം. എന്നിട്ട് ഏർപ്പാടാക്കിയ ആളെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഫുൾ കുപ്പിയായിട്ടാണ് കുടിപ്പിച്ച് കിടത്താനുള്ള പ്ലാന്. കുറേ ബ്രാൻഡ് കുപ്പിയായിട്ട് വരുന്നുണ്ട്, എത്താറായി എന്നൊക്കെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് സച്ചിയോട് ഒരാൾ വന്നിട്ട്, ഹായ് സച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ കുറേ ആൾ കണ്ടിട്ടൊക്കെ ചോദിക്കും. സച്ചി ഒന്നും മിണ്ടില്ല എന്നൊക്കെ. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഒന്നും സംസാരിക്കാത്ത, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഇന്ന് ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ മൗനവ്രതത്തിലാണെന്ന് പറയും. അപ്പോൾ അവൻ ഓക്കെ എന്നാൽ പിന്നെ നടക്കട്ടെ എന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് പിന്നെ സച്ചി പറയും, നീയും എന്നാൽ പിന്നെ ഇടക്കിടക്ക് മൗനവ്രതമെടുത്തോ, നല്ലതല്ലേ എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതിന് ഞാൻ വായ തുറന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ പറയും. എന്നിട്ട് പിന്നെ വർഷയുടെ അമ്മ തുളസിമാലയും കൊണ്ടുവരും, പ്രൊമോയിൽ കണ്ട പോലെ തന്നെ. എന്നിട്ട് ഇത് തുളസിമാലയാണ് ഇടുന്നത് എന്നിങ്ങനെ ചോദിക്കും രണ്ടാൾക്കാർ. അപ്പോൾ വർഷയുടെ അമ്മ പറയും, ഞങ്ങളുടെ ആചാരപ്രകാരം ഇതാണ് പെണ്ണ് ഇടേണ്ടതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് വർഷയുടെ അമ്മ കൊണ്ടുപോകും. എന്നിട്ട് സച്ചിയുടെ അമ്മ നമ്മുടെ ചന്ദ്രമതി വേറെ പൂമാല എടുത്തുകൊണ്ട് വരും. അപ്പോൾ അമ്മ ചോദിക്കും, നീ എന്തിനാ പൂമാല എടുത്തുകൊണ്ട് വന്നത്, നിന്നോട് നീ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും, നമ്മൾ ആചാരപ്രകാരം ഈ പൂമാലയാണ് ഇടേണ്ടത്, അവർ ആചാരപ്രകാരം എന്താ ഇടേണ്ടതെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ആചാരപ്രകാരം ഇതാണ് ഇടേണ്ടത്, ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും പോകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സച്ചിയും രേവതിയും കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിയോട് സച്ചി പറയും, ഇന്നിവിടെ ഒരു ഭൂകമ്പം അടി നടക്കും, വർഷയുടെ അമ്മ കൊണ്ടുവന്ന് മാല ഇടണമെന്ന് വാശി പിടിക്കും. എൻ്റെ അമ്മ വിട്ടുകൊടുക്കുമോ, എൻ്റെ അമ്മയും വാശി പിടിക്കും, രണ്ടാളും കൂടെ വാശി പിടിച്ചിട്ട് ഇന്ന് നല്ല ഒരു അടിയുണ്ടാവും എന്നിങ്ങനെ രേവതിയോട് പറയും. നീ കണ്ടോ എന്നൊക്കെ പറയും. ഇന്ന് ഇവിടെ ഒരു ഭൂകമ്പം നടക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ എല്ലാവരും അത് കേൾക്കും. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ എണീച്ച് നിൽക്കും ചേർന്ന്. അപ്പോൾ രേവതിയും സച്ചിയും കൂടെ ഒന്നുമില്ല, ഇരിക്കിരിക്കെ, അത് പിന്നെ പൂവ് കമ്പിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് നല്ലയില്ലേ, അങ്ങനെ പൂ കമ്പി അങ്ങനെ പറഞ്ഞ, അല്ലാണ്ട് ഭൂകമ്പം എന്ന് പറഞ്ഞല്ല എന്നിങ്ങനെ പറയും. എന്നിട്ട് പിന്നെ അതവിടെ കഴിയും. എന്നിട്ട് ഉള്ളിൽ അടി നടക്കും. സച്ചി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അടിയെന്നല്ല, എന്നാലും ഞാൻ കൊണ്ടുവന്ന പൂ ഇട്ടാൽ മതി, ഞങ്ങൾ ആചാരപ്രകാരം നമ്മളെ നാട്ടുവഴക്ക് പാരമ്പര്യപ്രകാരം ഇതാണ് ഇടേണ്ടത്. ചന്ദ്രമതി അതന്നെ പറയും, നമ്മളെ ആചാരപ്രകാരം ഇതാണ് ഇടേണ്ടതെന്ന് പറയും. എന്നിട്ട് മറ്റേ വർഷയുടെ അമ്മ പറയും, എൻ്റെ മോളല്ലേ, ഞങ്ങൾ നടത്തുന്ന ചടങ്ങല്ലേ, ഞങ്ങളെ ആചാരപ്രകാരം നടക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നടത്തിക്കൊന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, നിൻ്റെ മകളാണെങ്കിൽ ഇപ്പം എൻ്റെ മോൻ്റെ ഭാര്യയാണ്, ഭാര്യയുടെ ചടങ്ങാണ് നടക്കുന്നത്, ഇതുപോലെ നടന്നാൽ മതി, നമ്മളെ അഭിമാന പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ രണ്ടാളും കൂടെ അടിയാവും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. വർഷ എന്നിട്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങൾ രണ്ടാളും എന്താ കൊച്ചു കുട്ടികൾ പോലെ അടി ചെയ്യുന്നത്, ഞാനെന്താ കളിപ്പാവയാണെന്ന വിചാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏത് മാല ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വർഷ 2 മാല എടുത്തിട്ട് കഴുത്തിലിടും. ആദ്യം മഹിമയോട് ചോദിക്കും, അമ്മ മാലയ്ക്ക് താന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി വിചാരിക്കും ഈ മാല ഇടില്ല എന്ന്. പക്ഷെ പിന്നെ അതിട്ടിട്ട് ചന്ദ്രമതിയോടും ചോദിക്കും.
എന്നിട്ട് വർഷ പറയും ഇപ്പോൾ രണ്ടാളും ഹാപ്പി ആയില്ലേ, രണ്ടാളും ഇനി കൊച്ചു കുട്ടികളെ പോലെ വഴക്കടിക്കല്ലേ, ഇനി നല്ല ഫ്രണ്ട്സ് ആവണം, രണ്ടാളും ഹാപ്പി ആയില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും നിങ്ങളുടെ മോള്, എൻ്റെ മരുമോള് ഭയങ്കര ബുദ്ധിശാലിയാണ്, നമ്മൾ രണ്ടാളും വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ 2 മാല എടുത്തിട്ടു എന്ന് പറയും. അപ്പോൾ മഹിമ പറയും എൻ്റെ അല്ലേ മോള് എന്നിങ്ങനെ പറയും. എന്നിട്ട് വർഷ പറയും സ്വർണ്ണം തന്നെ, അല്ലെങ്കിൽ സ്വർണ്ണം തന്നെ കൂടുതലാണ്, ഇപ്പോൾ എൻ്റെ കൂടെ 2 മാലയും കൂടിയിട്ട് ഇനി ചടങ്ങ് വഴക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എടുത്തിട്ട് എൻ്റെ തലയിൽ വരെ വെക്കാൻ പറയല്ലേ എന്നിങ്ങനെ പറയും. എന്നിട്ട് അതവിടെ വന്നിട്ട് ഇപ്പുറത്തു നിന്നാണെങ്കിൽ നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നോക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം അടി നടക്കുന്നുണ്ടും അതുകൊണ്ടാണ് വർഷ വരാൻ ലേറ്റ് ആവുന്നതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ രവിയച്ഛനും ഫ്രണ്ടും ഉണ്ടല്ലോ, രവിയച്ഛൻ്റെ വർത്താനം പറയുന്നുണ്ടാവും. എന്നിട്ട് അച്ഛാ എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിക്കും. എന്നിട്ടിങ്ങനെ അവർ ഇങ്ങോട്ട് വാന്ന് പറയും. എന്നിട്ട് അച്ഛനോട് പറയും ഇപ്പോൾ ഒരു അടി നടക്കും, വർഷ ഇപ്പോൾ വരുമ്പോൾ ഇവിടെ വലിയൊരു അടി നടക്കും, സുനാമിയും ഭൂകമ്പമൊക്കെ വരും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വർഷ വരുമ്പോൾ കാണുന്നത് നമ്മൾ 2 മാലയും കഴുത്തിലിട്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ രേവതി ഇങ്ങനെ കൈകൊണ്ട് തട്ടിയിട്ട് നോക്കുന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ.